അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 8ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദ്ദർസു സാമിൻ 8ാമത്തെ പാഠം ഉത്ലുബ് മതാബൻ. ഈ പാഠത്തിൽ നമ്മൾ ഒരു പദ്യമാണ് പഠിക്കുന്നത്. പദ്യം അറബിയിലാണ്. ഓരോ വരിയുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. 1ാമത്തെ വരി ഉത്ലുബ് മതാബൻ ബിൻ നദാമതി മുഖ്രിആ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഈ വരിയുടെ അർത്ഥം ചെയ്ത പാപത്തിൽ ഖേദിക്കുന്നവനായി ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഈ 2ാമത്തെ വരി നോക്കൂ. വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി വലിഹാദിഹിൽ അർക്കാനി ഫർഅ വകമ്മില. ഈ വരിയുടെ അർത്ഥം ജനങ്ങളുമായുള്ള ബാധ്യതകളിൽ നിന്ന് ഒഴിവാകുക, പശ്ചാത്താപത്തിനുള്ള ഈ റുക്നുകൾ നീ ശ്രദ്ധിക്കുക, പൂർണ്ണമായും പാലിക്കുകയും വേണം. അടുത്ത വരി നോക്കൂ. വഖനഅ ബിതർക്കിൽ മുഷ്തഹ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില. അർത്ഥം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ നിന്ന് ശരീരം ആഗ്രഹിക്കുന്നതിനെയും ആർഭാടത്തെയും നീ ഉപേക്ഷിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക. അടുത്ത വരി നോക്കൂ. മൈ യത്ലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇഅ്തിലാ. അർത്ഥം തീർച്ചയായും ഒരാൾ ആവശ്യമില്ലാത്തതിനെ തേടിയാൽ ആവശ്യമുള്ളത് അവനിൽ നിന്നുള്ള വീഴ്ച കൂടാതെ തന്നെ നഷ്ടപ്പെടുന്നതാണ്. 5ാമത്തെ വരി നോക്കൂ. വതഅല്ലമൻ ഇൽമൻ യുസഹിഹു താഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ. ആരാധനയെ സാധുവാക്കുന്ന അറിവും വിശ്വാസം ശരിപ്പെടുത്തുന്ന അറിവും ഹൃദയം സംസ്കരിക്കുന്ന അറിവും നീ അഭ്യസിക്കുക. ഇൽമു കൊണ്ട് ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംസ്കരിക്കുക. ഇനി 6ാമത്തെ വരി. ഹാദിസ് സലാസത്തു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാതുൻ വഅ്തിലാ. അർത്ഥം ഫിഖ്ഹ്, അഖീദ, തസവ്വുഫ് ഇവ മൂന്നും പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും ഫർള് ഐനാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും ഉയർച്ചയും കൈവരും. അടുത്ത വരി. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. ഈ വരിയുടെ അർത്ഥം നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ഇഖ്ലാസ് എന്നാൽ ഇബാദത്ത് കൊണ്ട് സംരക്ഷകനായ അല്ലാഹുവിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ്. അടുത്ത വരി നോക്കൂ. ലാ തഖ്സിദൻ മഅഹു ഇലാ ഗറലിദ് ദുനാ കസനാഇഹിം ഔ നഹവി ദാക തവസ്സുലാ. ഈ വരിയുടെ അർത്ഥം ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനോടുള്ള സാമീപ്യത്തെ ഉദ്ദേശിക്കുന്നതോടൊപ്പം ജനപ്രശംസ പോലുള്ള ഐഹിക നേട്ടങ്ങളെ കൈവരലിനെ ഒരിക്കലും ഉദ്ദേശിക്കരുത്. കൂട്ടുകാർക്ക് ഈ പാഠത്തിൽ പഠിച്ച പദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ഫാഖിർ മുന്തിയത്, മുഷ്തഹ ആഗ്രഹിക്കുന്നത്, തഅല്ലം പഠിക്കൂ, ഫാത നഷ്ടപ്പെട്ടു, മൻസിൽ വീട്, താഅ ഇബാദത്ത്, ഇഅ്തിലാ സംശയം, ദുന ദുനിയാവ് അല്ലെങ്കിൽ ഈ ലോകം, സക്ക സംസ്കരിച്ചോ, സഖല
തിളക്കമുള്ളതാക്കി. ഗറൽ ഉദ്ദേശം. ഇഴ്തിലാ ഉന്നതി. ഹസ്സല കരസ്ഥമാക്കി. സ്വഹഹ സ്വീകാര്യമാക്കി. സനാ പുകഴ്ത്തൽ. കില സംരക്ഷണം. തഖറുബ് സാമീപ്യം നേടൽ. മത്അം ഭക്ഷണം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്. ദുൽകില സംരക്ഷകൻ. ഖനഅ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുതർജിം. ഈ പാഠത്തിൽ പഠിച്ച പദ്യത്തിൽ നിന്ന് ഏതാനും വരികൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ വിട്ട ഭാഗം പൂരിപ്പിച്ച് ഓരോന്നിൻ്റെയും അർത്ഥം നമ്മൾ എഴുതണം. നമുക്കപ്പോൾ അർത്ഥം എഴുതാൻ സ്ഥലമില്ല. ഓരോന്നിൻ്റെയും അർത്ഥം കൂട്ടുകാർ അവരവരുടെ നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് വഖ്ന ബിതർക്കിൽ മുഷ്തഹ ഡാഷ് വ മനാസില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസിൻ. ഇപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം. വഖ്ന ബിതർക്കിൽ മുഷ്തഹ വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. അർത്ഥം: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ നിന്ന് ശരീരം ആഗ്രഹിക്കുന്നതിനെയും ആർഭാടത്തെയും നീ ഉപേക്ഷിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുക. ഇനി രണ്ടാമത്തത് വതഅല്ലമൻ ഇൽമൻ ഡാഷ് സ്കുല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് യുസഹിഹു താഅതൻ വ അഖീദതൻ വ മുസഖിയൽ ഖൽബി. ഇപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാം. വതഅല്ലമൻ ഇൽമൻ യുസഹിഹു താഅതൻ വ അഖീദതൻ വ മുസഖിയൽ ഖൽബി സ്കുല. ഇതിന്റെ അർത്ഥം: ആരാധനയെ സാധുവാക്കുന്ന അറിവും വിശ്വാസം ശരിപ്പെടുത്തുന്ന അറിവും ഹൃദയം സംസ്കരിക്കുന്ന അറിവും നീ അഭ്യസിക്കുക. ഇൽമു കൊണ്ട് ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംസ്കരിക്കുക. അടുത്തത് ഹാദിസ് സലാസത്തു ഡാഷ് വഴുത്തില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഫർലു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാത്തുൻ. നമുക്കിപ്പോൾ ചേർത്ത് വായിക്കാം. ഹാദിസ് സലാസത്തു ഫർലു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാത്തുൻ വഅ്തില. ഫിഖ്ഹ്, അഖീദ, തസവുഫ് ഇവ മൂന്നും പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും ഫർള് ഐനാണ്. എന്നാൽ പരലോകത്ത് രക്ഷയും ഉയർച്ചയും കൈവരും. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം കം റുക്കുനൻ ലിത്തൗബ. തൗബയുടെ റുക്കുനുകൾ എത്ര? ഉത്തരം: തൗബയുടെ റുക്കുനുകൾ 4 ആണ്. രണ്ടാമത്തെ ചോദ്യം മാ അർക്കാനു തൗബ. തൗബയുടെ റുക്കുനുകൾ ഏതെല്ലാം? ഉത്തരം: 1. ചെയ്തു പോയ കുറ്റത്തിൽ ഖേദിക്കുക. 2. ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക. 3. മേലിൽ ഒരു ദോഷവും ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4. മനുഷ്യരുടെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൊടുത്തു വീട്ടുകയോ പൊരുത്തം വാങ്ങുകയോ ചെയ്യുക. അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ ചോദ്യം മൽ ഖനാഅ. ഖനാഅ എന്നാൽ എന്ത്? അതായത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ എന്നാൽ എന്ത്? ഇതാണ് ചോദ്യം. ഉത്തരം: ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയവയിൽ ആർഭാടങ്ങളും ആഗ്രഹങ്ങളും ഒഴിവാക്കി ലളിതമായി ജീവിക്കലാണ്. നാലാമത്തെ ചോദ്യം ഹാദിഹി സലാസത്തു ഫർളു ഐനിൻ മാഹിയ. ഈ 3 കാര്യങ്ങൾ ഫർളു ഐനാണ്. അവ ഏവ? ഉത്തരം: 1. ഇബാദത്ത് സഹിഹാവാൻ ആവശ്യമായ അറിവ് പഠിക്കൽ. 2. വിശ്വാസം സഹിഹാവാൻ ആവശ്യമായ അറിവ് പഠിക്കൽ. 3. ഹൃദയം സംസ്കരിക്കപ്പെടാനും ശുദ്ധമാക്കാനും ആവശ്യമായ അറിവ് പഠിക്കൽ എന്നിവയാണവ. അഞ്ചാമത്തെ ചോദ്യം മൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം: ഇബാദത്ത് കൊണ്ട് സംരക്ഷകനായ അല്ലാഹുവിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് എഴുതണം. 1. നദിമ ഖേദിച്ചോ. നദാമ ഖേദം. അതുപോലെ ബാക്കിയുള്ളത്. തറക്ക ഇതിന്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിച്ചോ. തർക്കുൻ ഉപേക്ഷിക്കൽ. അടുത്തത് അതാഅ അനുസരിച്ചോ.
ഇതാഅത്ത് അനുസരണ. നജാ രക്ഷപ്പെട്ടു. നജാത്തുൻ രക്ഷ. നക്തുബു കമാഫിൽ മിസാൽ എന്നതിൽ രണ്ടാമത്തത്. ഖനഅ ഇഖ്നഅ. ത്വലബ ഉത്ലുബ്. തഅല്ലമ തഅല്ലം. നക്തുബു കമാഫിൽ മിസാൽ എന്നതിൽ മൂന്നാമത്തത്. യുരീദു ഉദ്ദേശിക്കുന്നു. ലാ യുരീദു ഉദ്ദേശിക്കുന്നില്ല. യദ്ഹബു പോകുന്നു. ലാ യദ്ഹബു പോകുന്നില്ല. യതഅല്ലമു പഠിക്കുന്നു. ലാ യതഅല്ലമു പഠിക്കുന്നില്ല. നക്തുബു കമാഫിൽ മിസാൽ എന്നതിൽ നാലാമത്തത്. ഇദ്ഹബ് ലാ തദ്ഹബ്. ഇഖ്സിദ് ലാ തഖ്സിദ്. അടുത്തത് ഉത്റുക് ലാ തത്റുക്. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.